ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പുറത്ത് ഇതെന്തിന്റെ സംഭവം? ഇതിന്റെ ഓവർഫ്ലോ വന്നതാണോ അതോ അല്ലെങ്കിൽ നിറച്ചു കൊടുക്കണോ? ഓവർഫ്ലോ വരുന്നുണ്ട്, അതവിടെ തങ്ങി നിന്നാൽ ഇവിടെ ഈ കുറെ കിളികളുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു കയറ് കാണുട്ടോ, അതിൽ ചെറിയൊരു സംഭവം ഉണ്ട്. ഇതെന്താ സംഭവം ഞാൻ കറക്റ്റ് കാണിച്ചത്. നോക്കി എന്താ തണുപ്പെന്നറിയോ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കലിയേറ്റ് പോരെ. അങ്ങനെ വലിച്ചെടുത്തിട്ട് നോക്കട്ടെ എന്താ സംഭവം. ഇപ്പൊ നല്ല ചൂടാണല്ലോ, ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഇതൊക്കെ എന്താ മഴക്കാലത്ത് വെള്ളത്തിന് ചൂടാണ് അല്ലേ? അപ്പൊ ചങ്ങായിമാരെ, ഞാൻ ഇന്നൊരു വെറൈറ്റി, അതാ നിങ്ങൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ളൊരു കണ്ണാടി ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടോ. ഓക്കെ, വാഴയൊക്കെ തല കുത്തി നിൽക്കണുണ്ടോ? ഇത് 1.5 കണ്ണാടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇത് ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു കണ്ണാടിയാണ്. എന്നാൽ ഇതൊരു കണ്ണാടിയല്ല, ഇതൊരു കിണറാണ്. അഥവാ ഏകദേശം 2 മീറ്ററിൽ അധികം, അഥവാ 2.25 മീറ്റർ, കറക്റ്റ് പറയുകയാണെങ്കിൽ 2.25 മീറ്റർ മാത്രം താഴ്ചയുള്ള ഒരു അത്ഭുത കിണറാണ്. ഏകദേശം 6-7 ഫാമിലിയിലധികം ആളുകൾ. നോക്കിയേ, വെള്ളത്തിൻ്റെ ക്ലാരിറ്റി കണ്ടോ, ക്ലിയർ കണ്ടോ, പക്ക കണ്ണാടിയാണ്. കണ്ണാടിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കില്ല. അതൊരു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഒരു ഫേസ്ബുക്കിൽ നമ്മൾ സുഹൃത്ത് ഇട്ടൊരു വീഡിയോ ഉണ്ട്, ആരിഷ് ബ്രോ ഇട്ടൊരു വീഡിയോ ഉണ്ട്, നല്ല വൈറലായൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് വയനാട് മീനങ്ങാടിയാണ്. ഓക്കെ, ഈ ഒരു പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി ഉണ്ട് വെള്ളത്തിൻ്റെ. ഒരുപാട് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവ വികാസങ്ങളുള്ളൊരു കിണറാട്ടോ അത്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാനിവിടെ അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ മൂപ്പരോട് വിളിച്ചിട്ട് ഇവിടെ ഈ മൊയ്തുക്ക എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ പറമ്പിലുള്ള ഒരു കിണറാണിത്. പക്ഷെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഈ കിണറിന്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് 2.5 മീറ്റർ മാത്രമേ ഇതിന് താഴ്ചയുള്ളൂ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് ഫാമിലികൾ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കുന്നുണ്ട്. നോക്കേണ്ടോ, എനി ടൈം ഈ വെള്ളം ഇതിനൊപ്പം നിൽക്കലുണ്ട്. ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് പറഞ്ഞത്. ഇതൊരു കരിമ്പന പിന്നെ ആരുണ്ടല്ലോ, അത് പഴയ കാലത്ത് നമ്മുടെ കടകളിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നൊരു സാധനമാണ്. ഈ കിണറിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് മൊയ്തുക്ക പറഞ്ഞു തരും. നിങ്ങൾക്ക് നോക്കിയേ, ഈ ഒരു കണ്ണാടി ലെവലിൽ കണ്ടിട്ടാണ്. ഒന്ന് ഇളക്കി കാണിച്ചു തരാം കേട്ടോ, കണ്ടോ. അപ്പോൾ ചങ്ങായിമാരെ, ഇതാണ് കിണറിൻ്റെ ഉടമ മൊയ്തുക്ക. മൊയ്തുക്ക, എന്തൊക്കെ വർത്താനം? നല്ലതാണ്, സുഖാണല്ലേ? ഈ ഒരു കിണർ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇപ്പം എത്ര വർഷമായി? 13 വർഷമായി. 13 വർഷമായി. ഇതിപ്പോ നിങ്ങൾ കുളിക്കാനും അതുപോലെ തന്നെ അലക്കാനും ഒക്കെ തന്നെ ഉപയോഗിക്കല്? അലക്കാനും വേറെ ഉപയോഗിക്കുന്നത്, പക്ഷെ അത്യാവശ്യം അലക്കാനും ഉപയോഗിക്കാം. അലക്കാനും ഉപയോഗിക്കില്ല, കുടിക്കാൻ മാത്രമേ കഴിയുന്നിടത്തോളം ഉപയോഗിക്കും. ഇതിപ്പോ എത്ര ഫാമിലി ഉപയോഗിക്കുന്നുണ്ട് ഇതില്? ഇതിപ്പോ ഒരു 6-7 കുടുംബക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാൻ മാത്രമാണ് അല്ലേ? കുടിക്കാൻ മാത്രം കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ വെള്ളത്തിന് കുറവ് സംഭവിച്ചപ്പോൾ 1-2 വീട്ടുകാര് വലിയ ഇതൊക്കെ വയറിൽ വൈകിട്ടൊക്കെ അങ്ങനെ. ഇത് പറ്റാറില്ല കിണറ്? ഇല്ല, കിണർ പറ്റൂല, ഒരിക്കലും പറ്റൂല. ഓക്കെ. ഇപ്പൊ 12 വർഷം എത്ര പറഞ്ഞേ? 13 വർഷമായി. ഈ ഒരു സംഭവം, ഇത് കരിമ്പനല്ലേ? ഇത് ആര്? കരിമ്പന. ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചപ്പോ? പന എന്ന് പറയാം. ഓക്കെ. നമ്മുടെ നാട്ടില് കരിമ്പന എന്നാട്ടോ പറയല്. പിന്നെ ഇതെങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇത് ശരിക്കും കിണർ ഒഴിക്കുന്ന മാതിരി താത്തിയിട്ട് വെച്ചിട്ട് ശരിക്കും മണ്ണിട്ട് ഇതാക്കിയത്. ഇതിന്റെ സൈഡിൽ കോൺക്രീറ്റ് വെച്ചാണ്. ഇതിപ്പോ ഈ പന മാത്രമേ ഉള്ളൂ മുകളില്, ബാക്കി കുഴിയാണ്. അതല്ല ഞാൻ ചോദിക്കണേ, ഈ പനയും 2 മീറ്റർ താഴത്തേക്കുണ്ടോ? അതായത് ഈ 2.25 മീറ്റർ ഉള്ളു കിണറിന്റെ താഴ്ച അല്ലേ? അപ്പൊ അത്രയും ഇവിടെ മറ്റുള്ള കിണറിലൊക്കെ എങ്ങനെ അങ്ങനെ തന്നെ താഴ്ചയിലാണോ വെള്ളം, അതോ നല്ല കുഴിക്കേണ്ടി വന്നിട്ടുണ്ട്? ഇവിടെ ഉണ്ടോ? പരിസരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ആഴുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ മാത്രം വരാൻ കാരണം? അത് പറയാൻ ശരി, എന്നിരുന്നാലും അതൊരു ഉറവാണ്. ഇവിടെ നോക്കിയത് സംഭവം നോക്കി. ഇതിപ്പോ എപ്പോഴും ഇതിങ്ങനെ എനി ടൈം ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇപ്പൊ കുറച്ച് ഇത് ഒപ്പുണ്ടാവും എന്നാ പറഞ്ഞത്. ഇപ്പൊ കുറച്ച് കുറവാണ്. പിന്നെ ഇതിൽ വേറെ സംഭവം ഉണ്ട്, ഞാൻ കയ്യൊന്നിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു ചെറിയൊരു കയറ് കാണുട്ടോ, അതിൽ ചെറിയൊരു സംഭവം ഉണ്ട്. ഇതെന്താ സംഭവം ഞാൻ കറക്റ്റ് കാണിച്ചത്. നോക്കി എന്താ തണുപ്പെന്നറിയോ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കലിയേറ്റ് പോരെ. ഇതാണ്ടോ, ഇതിലൊരു കയറുണ്ട് കേട്ടോ. ഇതെങ്ങനെ വലിച്ചെടുത്തിട്ട് നോക്കട്ടെ എന്താ സംഭവം. കണ്ടോ, ഇതെന്താ ഈ കമ്പ്? നെല്ലിക്കന്റെ കൊമ്പാണ്. ഇതെന്താ ഇതെന്താണ് ഇതിന്റെ കമ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അതൊരു പഴയ ആളുകൾ ചെയ്തു വെച്ച സംഭവമായിരിക്കും അല്ലേ? ഇതിലിട്ട് വെക്കല. അപ്പൊ ഇതിപ്പോ അടിയിൽ മുട്ടി നിൽക്കുക ഈ സാധനം അല്ലേ? ഈ കയറിങ്ങനെ മേലൊക്കെ പൊങ്ങി നിൽക്കും. നോക്കിയേ, നെല്ലിയുടെ ഒരു പിന്നെ കഷ്ണം കേട്ടോ. അത് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കേട്ടോ വെള്ളം, ഒരു രക്ഷയില്ല. അപ്പോൾ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താ വെച്ചാൽ അതന്നെ. പക്ഷേ അതിൽ യാതൊരു ചുവയോ കാര്യങ്ങളോ ഒന്നുമില്ല, ചേറിൻ്റെ ഒന്നുമില്ല. ഭയങ്കര കൂള്. ഞാൻ പറഞ്ഞില്ല, ഫ്രിഡ്ജ് കൈയിട്ട പോലെ. ഇതിൽ പിന്നെ മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുറവിൽ കാണിക്കുമോ? കുറവ് കാണിക്കും, കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഫില്ലാവും. അപ്പോൾ ഉറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇത് സംഭവം ഞാൻ പറഞ്ഞ ഒരു 2.5 മീറ്റർ താഴ്ചയിൽ ഇത്രയും
സുലഭമായിട്ട് വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ ഇതൊരു പാടം ഏരിയ കൂടിയായിട്ട് പോലും അയൽവക്കത്തൊക്കെ അത്യാവശ്യം താഴ്ചയുള്ള കിണറാണ് അല്ലേ? ഓക്കെ, അവിടെ ഇവിടെയും പരിസരങ്ങളിലൊക്കെ കംപ്ലീറ്റ് താഴ്ചയുണ്ട്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് നിങ്ങളിതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണോന്നു അല്ലേ? സുഖമായിട്ട് ഈ കൃഷി നനക്കാനൊക്കെ ഒന്ന് വെള്ളം എടുക്കലുണ്ടോ? വല്ലപ്പോഴും ആവശ്യം വരുമ്പോൾ. പക്ഷെ ഇത് ഒരു തെളിനീര് കുടിനീരായിട്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിൻ്റെ നോക്കി ഞാൻ നേരത്തെ കണ്ണാടി എന്ന് പറയില്ലേ, കറക്റ്റ് ഇതേ മൊയ്തുക അവിടെ തല തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രയും ക്ലാരിറ്റി ഈ വെള്ളത്തിൻ്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ കാണുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഞാൻ പറഞ്ഞല്ലോ, വയനാടിൻ്റെ എല്ലാ ഭംഗിയും അടങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഒരു വീടിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൂലയിലാണ് ഒരു ചെറിയ കൊച്ചു കിണർ. ഇതൊരു അത്ഭുതം തന്നെയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ 10, 20, 30, 40 കോല് താഴ്ചയിൽ കുത്തിയിട്ടും വെള്ളമില്ലാതെ. പക്ഷേ ഇവിടെ ജസ്റ്റ് 2.5 മീറ്റർ മാത്രം താഴ്ചയിലാണ് ഈ ഒരു അത്ഭുത കിണർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വല്ലാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, തണുപ്പും ഭയങ്കര രസമുള്ള വെള്ളം. അപ്പോൾ ചങ്ങായിമാരെ നോക്കിയേ, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് തല കുത്തി നിന്നിട്ട് ക്യാമറയിലല്ല കേട്ടോ, ആ കിണറിലാണ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നല്ല എന്താ പറയുക കണ്ണാടി പോലത്തെ ഈ ഒരു കിണറ്റിന്നേ ഒരു ഗ്ലാസ് വെള്ളം ഒന്നിങ്ങനെ എടുത്ത് നോക്കാം. നോക്കി ഈ വെള്ളത്തിൻ്റെ ക്ലിയർ നോക്കി, എന്താ ക്ലിയർ എന്നൊരു ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്കി അപ്പുറം കാണുന്ന സൈസ് കണ്ണാടി പോലത്തെ വെള്ളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കട്ടെ നമുക്ക്. എന്താ പറയുക, ഭയങ്കര കൂളിങ് പറഞ്ഞാൽ ഭയങ്കര കൂളിങ്. പിന്നെ ഈ ഒരു കിണറിന് വേറെ പ്രത്യേകത കൂടി കേട്ടോ, അത് മൊയ്തുക്ക് പറഞ്ഞു. ഇപ്പം നല്ല ചൂടാണല്ലോ, ഇപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. നേരെ മറിച്ച് മഴക്കാലം വന്നു കഴിഞ്ഞാൽ മൊയ്തുക്ക് എന്തുണ്ടാവുക? മഴക്കാലം വന്നാൽ മഴക്കാലത്ത് വെള്ളത്തിന് ചൂടാണ് അല്ലേ? ചെറിയ ചൂട്. അങ്ങനെ വരാൻ കാരണം പറയാൻ പറ്റില്ല, പ്രകൃതിപരമായിട്ടുള്ളതായിരിക്കും. മഴക്കാലത്ത് ചെറിയ ചൂടുണ്ടാവും, അത് ഈ ഒരു തണുപ്പുണ്ടാവില്ല. ഇല്ല, ഇത്ര തണുപ്പുണ്ടാവില്ല. ഓക്കെ, അത് ഭയങ്കര അത്ഭുതമായിട്ട് സംഭവം. ഈ പറഞ്ഞല്ലോ കത്തുന്ന വേനലാണ്. ഇപ്പം മഴ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പെയ്ത് തുടങ്ങിയിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ മഴയാണ്. പക്ഷെ ഇവിടെ വയനാട്ടിൽ മഴയൊന്നും ഇപ്പോഴത്തും പെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഭയങ്കര ചൂടാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന നട്ടുച്ചക്കാണ് ഈ ഷൂട്ട് ചെയ്യണത്. പക്ഷേ ഇതിന് നല്ല തണുപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത ഒരു വെള്ളത്തിൻ്റെ ഫീലാണ്. പക്ഷെ മഴക്കാലത്ത് ഇത് നേരെ എൻറ്റയർലി ഓപ്പോസിറ്റാണ്. ചെറിയ ഒരു ചൂട് വരും, അഥവാ സാധാരണ ഗതിയിൽ ഉണ്ടാവുന്ന തണുപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതൊരു പ്രത്യേകത തന്നെയാണ്. എന്തായാലും ഈ ഒരു അത്ഭുത കിണർ നിങ്ങൾ ഭാഗ്യം ചെയ്താണ് കേട്ടോ. ഒരുപാട് ആളുകൾ എത്രയോ അടികൾ കുഴിച്ചിട്ടും വെള്ളം കിട്ടാത്ത ഒരുപാട് ഫാമിലി അല്ലേ? വെള്ളം കൊണ്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പ്. 2.5 മീറ്റർ മാത്രമേ ഇതിന് ആഴമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2.5 മീറ്റർ, 2.5 ഇല്ല, 2.25 മീറ്ററാണ് ഇതിന്റെ താഴ്ച. ഇതേ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആവോളം വേണ്ടത്ര കോരി കൊടുക്കുക. ഇത് ഈ ഒരു കാഴ്ച ഇവിടെയൊക്കെ തന്നെ കിട്ടുള്ളൂ. കിണറ്റിന്റെ മുകളിൽ നിന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുക എന്നുള്ളത്. ഞാൻ ഈ കിണറിൽ വേറൊരു പ്രത്യേകത കണ്ടു. അതെന്താന്നല്ലേ, അത് ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് നോക്കിയപ്പോൾ ഞാൻ കിണർ ഇങ്ങനെ അടച്ചു വെച്ചാട്ടോ. അടപ്പല്ല പ്രത്യേകത, ഇതിങ്ങനെ മാറ്റി വെച്ചു. ഇതിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കിടക്കുന്നത് അല്ലേ? ഈ ഒരു കണ്ണാടി വെള്ളം കിടക്കുന്ന ഇവിടെയാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ പുറത്ത്, ഇതെന്തിന്റെ സംഭവം? ഇതിന്റെ ഓവർഫ്ലോ വന്നതാണോ അതോ അല്ലെങ്കിൽ നിറച്ചു കൊടുക്കണോ? ഓവർഫ്ലോ വരുന്നുണ്ട്, അത് അവിടെ തങ്ങി നിന്നാല് അത് ഉണങ്ങുമോ? സാധാരണ ഉണങ്ങാറുണ്ടോ? ഇല്ല. അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്താണ്? അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഈ കുറെ കിളികളുണ്ട്. ചെറിയ ചെറിയ കിളികളൊക്കെ വന്നിട്ട് അത് എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. കിളികൾ ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് അല്ലേ? അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വെരി വെരി നല്ല, എന്താ പറയാ, എങ്ങനെ അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ആ ഒരു ചിന്ത ആണല്ലോ, ഒന്നൊന്നര ചിന്തയാണ്. കാരണം അതെ, പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ഈ കിണറിന്റെ അടുത്തേക്ക് വരുമ്പോ കിളികൾ ഇങ്ങനെ നിന്ന് കുളിക്കുന്നുണ്ടാവും. കുളിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഉള്ള ഏരിയകൾ ഉണ്ടാക്കി കൊടുത്താൽ അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കും ഞാൻ. അത് കാണാൻ രസമാണ്. അപ്പൊ ഒന്നിലധികം കിളികൾ നല്ല രസമായിട്ട് അവര് ഫാമിലി ആയിട്ട് വന്ന് കുളിക്കുകയാണ് അല്ലേ? ഇത് അടച്ചു വെക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പട്ടിയോ പൂച്ചക്കയില് അബദ്ധവശാൽ ചാടാൻ സാധ്യത ചെയ്യരുത്. തൊട്ട് അശുദ്ധമാവാൻ പാടില്ല. ഓക്കെ. അപ്പൊ നോക്കിയാൽ ഇത് ഭയങ്കര എന്താ പറയാ, അതൊരു ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ്. കാരണം കിളികൾക്ക് ഞാൻ പറഞ്ഞല്ലോ കൊടും ചൂടാണ്. ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടി എല്ലാവരും, മനുഷ്യന്മാർ എന്നതിലുപരി പറവകളൊക്കെ ജീവികളാണല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കരുതലുണ്ടല്ലോ, അതിന് വലിയൊരു കൈയോടെ കൊടുത്തേ മതിയാവുള്ളൂ. എന്തായാലും ഇതൊക്കെ ആ ഒരു നല്ല മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം പറവകളുടെ കാര്യത്തിൽ നിങ്ങളൊരു കരുതലെടുത്തല്ലോ, അത് ഭയങ്കരമായിട്ട് അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം.